മലക്കെ തൻ്റെ അടുത്ത് ഒരു തവണ ഞാൻ കാര്യം പറയാം. തനിക്ക് തരാമെന്ന് പറഞ്ഞ സാധനം വേറൊരു പാർട്ടിയുടെ കയ്യിലായിരുന്നു. തൻ്റെ കാലക്കെട്ടിന് അത് അയാളുടെ ഏതോ ഒരുത്തിന് അടിച്ചോണ്ട് പോകാൻ ഞാൻ തൂക്കും, അത് വേറെ കാര്യം. പക്ഷേ തനിക്ക് ആ സാധനം തരാമെന്ന് പറഞ്ഞ് വാക്കും പറഞ്ഞ് ഞാൻ അഡ്വാൻസ് മേടിച്ചു. എനിക്ക് ആ സാധനം തരാൻ പറ്റിയില്ല, അതെൻ്റെ തെറ്റ്. ഒരു കാര്യം ചെയ്യാം, അഡ്വാൻസ് തന്ന തുകയുടെ ഇരട്ടി ഞാൻ അങ്ങോട്ട് കയ്യിലോട്ട് വെച്ച് തരാം. തൻ്റെ കയ്യിൽ ആ സാധനം വരുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് താനീ തിരിച്ചു തന്നാൽ മതി. എന്തേ? എനിക്കത് കിട്ടിയേ പറ്റും മാത്യൂസേ. ആ വാളോ എൻ്റെ ആശാൻ ഭയങ്കര തമാശക്കാരനാണല്ലോ. എന്നാൽ തമാശ അല്ലാത്തൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഇനി ഇവിടെ കിടന്ന് രണ്ടുകൂടെ ബോട്ടിൽ ഷോ മാച്ച് കാണിച്ചാൽ ഞാൻ ഒന്ന് വിളിച്ചാൽ മതി, എൻ്റെ പിള്ളേരെല്ലാം ബോട്ടിനകത്ത് കയറി അങ്ങ് പൊതിയും. പിന്നെ നിങ്ങൾക്ക് രണ്ടാക്കും ഞാനൊരു മെഴുകിൽ എത്തിക്കേണ്ടി വരും. പടിയായിക്കോ. അയാൾക്ക് കാര്യം പറഞ്ഞ മനസ്സിലായി. ഇനി തനിക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണേ, തനിക്ക് ആ സാധനം തന്നില്ല. അതുകൊണ്ട് ഞാൻ പോകും. കാണാം, ഞാൻ ആ സാധനം ഇപ്പം എടുത്തോണ്ട് വരാം. ഇതെന്താണ്? ആപ്പിള്. ഈ കണി കുറച്ച് തിളക്കം കാണും. ഇത് സാധാരണ ആപ്പിള്. തനിക്ക് എന്താണ് വേണ്ടത്? ഉൽക്ക. മനസ്സിൽ വിചാരിക്കുക ആബ്ര കട്ടാബ്ര ഷും ഷിം ഷിം ഷും. തനിക്ക് വേണ്ട ഉൽക്കയായ ഇല്ലല്ല. അതാ ഞാൻ പറയാം, എനിക്ക് മാജിക്കൊന്നും അറിയാൻ പാടില്ല. വേണമെങ്കിൽ ഈ ആപ്പിൾ നിന്നിട്ട് പോകാൻ നോക്ക്. അല്ലെങ്കിൽ വേണ്ട ഞാനെന്തിനാണ് എൻ്റെ ആപ്പിൾ തനിക്ക് തരുന്നത്? വിട്ടുപോ. ആ റിച്ചാർഡേ, മാട്ടി വാടാ, ആ കസേര വലിച്ചിട്ടിരിക്കി. എന്നിട്ട് എന്തേ ഇക്ക നമ്മൾ വന്നെന്താ വെച്ചാലേ, നമ്മുടെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്, ഒരു കല്ലാണ്. അപ്പൊ അതിക്കൊന്ന് നോക്കണം. സാധനം എടുക്ക്, നോക്കട്ടെ. ഇതാണോ സാധനം? അല്ല, ഇതിനകത്ത് ഫോട്ടോ. അപ്പൊ നിങ്ങൾ സാധനം കൊണ്ടുവന്നിട്ടില്ലേ? അത് പിന്നെ പെട്രോൾ അടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് വന്നത്. ഇതിനാണ് ഉടുക്കത്തെ പാരോ, അതും തൂക്കിക്കൊണ്ട് ഇവിടെ വരെ നടന്നു വന്നാൽ പിന്നെ വിശക്കും. പെട്ടെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും തിന്നണം, പിന്നെ ചിലവാണല്ലോ. സാധനം കാണാണ്ട് പറയാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഞാൻ നോക്കട്ടെ. കല്ല് പൊട്ടിയിട്ടുണ്ടല്ലോ മക്കളെ. കുട്ടിയത് കല്ലല്ല, പോണ്ട ചില്ല. അതൊക്കെ മാറ്റണം. ഇത് എവിടെ നിന്ന് കിട്ടിയതെന്നാ പറഞ്ഞത്? ഇത് നമ്മുടെ ഒരു പയ്യൻ കാലത്ത് കടയിൽ കൊണ്ടുവന്നാ. പയ്യൻ കടയിൽ കൊണ്ടുവന്നാ? പറയണ കേട്ടിട്ട് വലിയ വിലയൊന്നും തോന്നണില്ല. ഇതൊരു സാധാരണ സാധനം അല്ല. ഞാൻ പറഞ്ഞില്ലേ, അയാൾ ഇക്കത് എടുത്തിട്ട് നമുക്കൊരു വിലതാ. ഇക്കാകുമ്പോ ഈ അസാധാരണ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നൊരു ഹോബി ഉണ്ടല്ലോ. ശരി, വാടക കൊടുക്കാനില്ലായിട്ട് ഗാലറി വിട്ടിട്ട് 6 മാസമായി. അല്ല, ഇക്കൊക്കെ ഞങ്ങളുടെ അവസ്ഥ അറിയാലോ. ഇക്കൊക്കെയാണെങ്കിൽ കുറെ കോൺടാക്ട്സ് ഉണ്ട്. ആരെങ്കിലുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് തന്നാ. ഈ നമ്പർ എഴുതിക്കോ. 81 29 27 21 54. കല്ല് മാത്തൻ. കൊച്ചിയിൽ കല്ലിൻ്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാത്തൻ അറിയാതെ ഒരു പണി ഇവിടെ നടക്കില്ല. ഇവന്മാരൊക്കെ വലിയ സ്രാബുകളാണ്. നിങ്ങൾ പിള്ളേരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ബീങ്ങിക്കളയും. മനസ്സിലായില്ലേ? അപ്പോൾ സൂക്ഷിച്ച് വേണം കാര്യങ്ങളൊക്കെ നീക്കാൻ.